ക്രിസ്മസ് എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായി ക്ലാസ് 6ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ആണ്. ഒന്നാമത്തെ ചോദ്യം ഖണ്ഡ് പഠേം और प्रश्नों के उत्तर लिखिए. പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഒളിമ്പിക് വിശ്വ का सबसे बड़ा खेल प्रतियोगिता है. ഒളിമ്പിക് ലോകത്തിലെ ഏറ്റവും വലിയ കായികമേളയാണ്. इसका आयोजन प्रत्येक 4 साल के बाद होता है. ഒരു 4 വർഷം കൂടുമ്പോഴാണ് അത് ആയോജനം സംഘടിപ്പിക്കുന്നത്. പ്രഥം ഒളിമ്പിക് खेल ग्रीक के ओलंपिया नगर में हुआ था. ആദ്യത്തെ ഒളിമ്പിക് ഗ്രീക്കിലെ ഒളിമ്പിയ നഗരത്തിലായിരുന്നു. ഇസി സ്ഥാൻ കെ നാം പർ ഇസ് ഖേൽ ആയോജൻ കോ ഒളിമ്പിക് നാം ദിയാ ഗയ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഒളിമ്പിക്സ് എന്ന പേര് ലഭിച്ചത്. 2016 का ओलंपिक्स ब्राज़ील के रियो में हुआ था. ബ്രസീലിലെ റിയോയിലായിരുന്നു. इसमें भारत को 2 पदक मिले थे. 2 മെഡൽ ലഭിച്ചിരുന്നു ഭാരതത്തിന്. ഇതാണ് പാരഗ്രാഫ്. അപ്പോൾ ചോദ്യം ഒന്നാമത്തത് വിശ്വ का सबसे बड़ा खेल प्रतियोगिता कौन सा है? ഏതാണെന്നാണ്. ഏറ്റവും വലുത് ഒളിമ്പിക്സ് ആണെന്ന് സംശയം പറയാൻ സാധിക്കും. അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം സഹി പ്രസ്താവ് കോൺ സാ ഹെ? ഒളിമ്പിക് का आयोजन प्रत्येक 3 साल के बाद होता है. അപ്പോൾ ഏതൊക്കെ വർഷം എന്നുള്ളതാണ്. അപ്പോൾ 4 साल के बाद ആണ്. ഗായാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പാരഗ്രാഫ് വായിക്കുമ്പോൾ മനസ്സിലാവും. മൂന്നാമത്തെ ചോദ്യം പ്രഥം ഒളിമ്പിക് ഖേൽ ഗ്രീക്ക് കെ കിസ് നഗർ മേ ഹുവാ ഥാ. ഗ്രീക്കിലെ ഒളിമ്പിയ നഗരത്തിലാണെന്ന് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒളിമ്പിക്സിന് പേര് ലഭിച്ചതെന്ന് പറയുന്നുണ്ട്. അടുത്തത് 2016 का ഒളിമ്പിക്സ് കഹാ ഹുവാ ഥാ. എവിടെ വെച്ചായിരുന്നു? ബ്രസീൽ എന്നുള്ളതാണ് ഇപ്പോൾ ഓപ്ഷൻസിലുള്ള ശരിയായ ഉത്തരം. ഇനി റിയോ മേ ഭാരത് കോ കിത്തനെ പദക് മിലേ ഥേ. റിയോയിൽ എത്ര മെഡൽ ലഭിച്ചു എന്നാണ്. 2. ഇതാണ് പാരഗ്രാഫ് ആൻസേഴ്സ്. അടുത്ത ചോദ്യം കവിതാംശ പഠേം और प्रश्नों के उत्तर लिखें. ഒരു കവിത തന്നിട്ടുണ്ട്. ആസ്മാൻ മേ ചമക്കേ താരെ. ആകാശത്തിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. ലഗത്തെ കിത്തനെ പ്യാരെ പ്യാരെ. എത്ര മനോഹരമായി തോന്നുന്നു. ഛോട്ടെ ഛോട്ടെ നന്നെ നന്നെ. ചെറിയ കുഞ്ഞു. ജഗ്മഗ് ജഗ്മഗ് കർത്തേ താരെ. തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. രാത് അന്ധേരി ജബ് ഹോത്തി ഹെ. രാത്രി അന്ധകാരം ആവുമ്പോൾ. രാഹ് ദിഖാത്തേ ഹേ യേ താരെ. വഴി കാണിക്കുന്നു ഈ നക്ഷത്രങ്ങൾ. ആത്തേ ഹേ ജബ് കാലെ ബാദൽ. കറുത്ത മേഘങ്ങൾ വരുമ്പോൾ. ഛിപ് ജാത്തേ ഹേ തബ് യേ താരെ. അപ്പോഴും ഒളിച്ചു പോവുകയാണ് മേഘങ്ങൾ. മേഘം വരുമ്പോൾ ഇതിനെ കാണില്ലല്ലോ, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം താരെ കബ് ഛിപ് ജാത്തേ ഹേ. എപ്പോഴാണ് താരെ ഛിപ് ജാത്തേ ഹേ? ഛിപ് ജാത്തേ ഹേ എന്നുള്ള വരി കണ്ടു. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ളതല്ല അതിൻ്റെ ഉത്തരം. കാലേ ബാദൽ ജബ് ആത്തേ ഹേ തബ് താരെ ഛിപ് ജാത്തേ ഹേ ആണ് അതിൻ്റെ ഉത്തരം. അതിന് ഖ ഇവിടെ നിൽക്കട്ടെ. കവിതാംശ് കാശേ ലിഖേ എന്നുള്ളതാണ്. ഗ ഓപ്ഷൻ നോക്കിക്കേ. കവിതാംശ് കേലിയെ ഉചിത ശീർഷക് ലിഖേ. കവിതയ്ക്ക് എന്താണ് ഉചിതമായിട്ടുള്ള ശീർഷകം കൊടുക്കുക? താരെ എന്ന് കൊടുക്കാം, ജഗ്മഗ് താര എന്ന് കൊടുക്കാം, ചമക്കേ താര എന്ന് കൊടുക്കാം, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഇനി കവിതാംശ ആശയ ലിഖേം. കവിത വരികളിൽ നിന്നും എങ്ങനെ സിമ്പിളായിട്ട് ആശയം എഴുതാം? ആസ്മാൻ മേ ചമക്കത്തെ താരെ ബഹുത് പ്യാരെ ലഗ്തേ ഹേ. ഇസ് ഛോട്ടെ और नन्हे तारे जगमग जगमग करते रहते हैं. जब रात होती है तब ये अंधेरे में राह दिखाते हैं. जब काले बादल आते हैं तारे छिप जाते हैं. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. समाचार पढ़ें और प्रश्नों के उत्तर लिखें എന്നുള്ളതാണ്. ഒരു ന്യൂസാണ്. കോട്ടയം ജില്ലയ്ക്ക് പിछले 3 दिनों से भारी वर्षा हो रही है. ജില്ലയിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഭാരിച്ച വർഷ ഹെവി റെയിൻ ആണ്. इससे लोग परेशान है. ലോകം ആൾക്കാർ ബുദ്ധിമുട്ടിലാണ്. കൈ പ്രദേശവും ഖേത്തി കാ നുക്സാൻ ഹുവ. പല പ്രദേശങ്ങളിലും കൃഷിനാശം ഉണ്ടായി. നദി നാലെ ഭരേ ഹെ. നദി തോടുകൾ നിറഞ്ഞിരിക്കുകയാണ്. ബിജ്ലി और यातायात में रुकावट हुई है. കറണ്ടില്ല, യാത്രയിലും ബുദ്ധിമുട്ടുണ്ട്. മോസം നിരീക്ഷകോं की राय में 5 दिन तक वर्षा जारी रहेगी. കാലാവസ്ഥ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ 5 ദിവസങ്ങളോളം മഴയുണ്ടാവും. അപ്പോൾ ചോദ്യം ഒന്നാമത്തെ സമാചാർ കേലി ഉചിത ശീർഷകത തലക്കെട്ട്. ഭാരി വർഷാസെ പരേഷാനി. അതൊരു നല്ല തലക്കെട്ടായിരിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം സഹി 2 പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായ 2 പ്രസ്താവന എടുത്തെഴുതണം. ഒന്നാമത് നോക്കിയാൽ ഭാരി വർഷാസെ ലോക പരേഷാൻ ഹേ. ശരിയാണ്. അടുത്ത ഭാരി വർഷാസെ യാതായാത് മേ കൊയ് റുക്കാവട്ട് നഹി ഹേ. തെറ്റാണ്. റുക്കാവട്ട് ഹേ എന്നാണ് പറയുന്നത്. അടുത്തത് വർഷാസെ ലോകോങ്കോ പരേഷാനി നെഹി ഹെ. മഴ കൊണ്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല. തെറ്റാണ്. ബുദ്ധിമുട്ടുണ്ട്. അടുത്തത് ഭാരി വർഷാസെ ഖേത്തിക്കാ നുക്സാൻ ഹുവാ ഹെ. അത് ശരിയാണ്. ഇനി സഹി മിലാൻ കരേ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്ക്. നദി നാലെ ഭരേ ഹെ യാതായാത്തുമേ റുക്കാവട്ട് ഹുയി. ഇതാണ് ശരിയായ ആൻസർ. അടുത്തത് ഖണ്ഡ് പഠേം और प्रश्नों के उत्तर लिखें. പാരഗ്രാഫ് വായിച്ചതാണ് വേറൊരു ചോദ്യം. നെഹ്റു ജി സ്വതന്ത്ര ഭാരത് के प्रथम प्रधानमंत्री थे. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. വേ 17 വർഷ തക്ക് പ്രധാനമന്ത്രി രഹേ. 17 വർഷത്തോളം പ്രധാനമന്ത്രിയായിരുന്നു. വേ ബച്ചോം സെ ബഹുത് പ്യാർ കർത്തേ ഥേ. കുട്ടികളെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഉനേം ബച്ചേ ചാച്ചാജി കഹക്കർ പുകാർത്തേ ഥേ. കുട്ടികൾ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. ഉൻകെ ജന്മദിവസ് കി യാദ് മേ 14 നവംബർ കോ ബാൽ ദിവസ് മനാത്തേ ഹേ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നവംബർ 14 ബാൽ ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നെഹ്റുജി കോൺ ഥേ. നെഹ്റുജി ആരായിരുന്നു? പ്രധാനമന്ത്രി. അതാണ് 4 ഓപ്ഷനിലെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം
കിസ്കി യാദ് മേ ബാൽ ദിവസ് മനാത്തെ ഹെ, ആരുടെ ഓർമ്മയിലാണ് ബാൽ ദിവസ് ആഘോഷിക്കുന്നത്? നെഹ്റുജിക്ക്. അടുത്തത്, നെഹ്റുജി കിത്തനെ വർഷ തക് ഭാരത് കെ പ്രധാനമന്ത്രി, എത്ര വർഷത്തോളം? 17. അതാണ് പാരഗ്രാഫിലുള്ള ഉത്തരം. ബാൽ ദിവസ് കബ് മനാത്തെ ഹെ? 14 നവംബർ, 14 നവംബറാണ് ബാൽ ദിവസ്. അടുത്ത ചോദ്യം, ബച്ചെ നെഹ്റുജി കോ ക്യാ കഹക്കർ പുകാർത്തെ थे? ചാച്ചാ ജോറി. എപ്പോഴും പാരഗ്രാഫിലെ ഉത്തരം എഴുതുക.